ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ എപ്പിസോഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അരുണും അരവിന്ദുമാണ്. നിങ്ങൾ കുറേ എപ്പിസോഡ് കണ്ടു. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ പ്രാവശ്യം ഇച്ചിലൂടെ ഒരു ടെക്നിക്കൽ ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്. ബേസിക്കലി ഈ ടോപ്പിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. ബട്ട് ആസ് എൻജിനീയേഴ്സ് we would have been dealing with this particular module or system for your day-to-day development. So we thought, why not build it from scratch? അതാണ് നമ്മൾ മൂന്നുപേരും ഡിസ്കസ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഓർത്തു അതിൻ്റെ ഒരു ഫസ്റ്റ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് സിസ്റ്റം അതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുകയും നെക്സ്റ്റ് എപ്പിസോഡ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള മോഡ്യൂളാണ് HTTP. ബേസിക്കലി നമ്മുടെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ഇൻ്റർനെറ്റ് വേൾഡ് ഇസ് റണ്ണിങ് ഓൺ ടോപ്പ് ഓഫ് ദിസ് പ്രോട്ടോകോൾ. അപ്പോൾ ആ പ്രോട്ടോകോൾ ആ പ്രോട്ടോകോൾ ബേസിക്കലി ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാനാണ് അല്ലേ. നമുക്ക് അത് ഫുള്ളി നമുക്കും അറിയത്തില്ല. ശരിയാ, നമുക്കും അറിയത്തില്ല. നമ്മൾ മൂന്നുപേരും ബേസിക്കലി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സാധനം നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാനവർക്ക് എക്സാക്ട്ലി നമ്മൾ അതെങ്ങനെ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു, അതിന്റെ തോട്ട് പ്രോസസ് എന്താണ്, പിന്നെ നമ്മൾ ഇപ്പൊ നമ്മുടെ കൂടെ AI-യും അതെല്ലാം ഉണ്ട്. സോ ഹൗ ഡു വി ഇന്റിഗ്രേറ്റ് ദാറ്റ് ഇൻ ടു അവർ ഡെയിലി ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ. അത്രേ ഉള്ളൂ. ബേസിക് ഒരു സിമ്പിൾ ഒരു സാധനം എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു എന്നിട്ട് അതിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ്. അപ്പം ആക്ച്വലി സ്പീക്കിംഗ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ഇച്ചിരി പഠിച്ചപ്പം ബേസിക്കലി ഇത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് റിസർച്ചേഴ്സും സയന്റിസ്റ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് അവരുടെ റിസർച്ച് ബേസിക്കലി എഴുതി കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നു. പക്ഷെ ഈ ഡോക്യുമെന്റ് എല്ലാവരും ഓരോ സ്ട്രക്ചറിൽ വേറെ അവരവരുടെ രീതിയിൽ ഇപ്പം നീ ഒരു ഡോക്യുമെന്റ് എഴുതുന്നു എവിടൊക്കെയോ എഴുതുന്നു, കുറെ കാര്യങ്ങൾ കുറെ കമ്പ്യൂട്ടേഴ്സിൽ കിടപ്പുണ്ട്. ദ പ്രോബ്ലം ഇസ് ഈ ഡോക്യുമെന്റ്സ് ഷെയറിങ് ഡിഫിക്കൽട്ട്. എന്നാൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ ആക്ച്വലി ഫയൽ ട്രാൻസ്ഫർ ഒക്കെ അന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഫോർമാറ്റ് ഇല്ല. ആ ഫോർമാറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചുണ്ടായിരുന്നു. ബേസിക്കലി ഒരു ഡോക്യുമെന്റ് ഞാൻ റെഫർ ചെയ്ത ഇപ്പൊ നമ്മളിപ്പോ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിനകത്ത് കുറച്ച് റെഫറൻസസ് കാണും. ആ റെഫറൻസിൽ നിന്ന് അവിടുന്ന് തന്നെ നമുക്ക് ഡയറക്ട്ലി പോകാനും പറ്റുന്നുണ്ട്. യു ക്യാൻ ആക്സസ് ഡിഫറെന്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പീസ് ഓഫ് പേപ്പർ. ഇത് ബേസിക്കലി ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെയാണ് ടിമ്മണ്ണൻ വന്നത്. ടിമ്മണ്ണൻ പറഞ്ഞ് ഇങ്ങനെയൊന്നും പറ്റത്തില്ല, അപ്പം ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം പുള്ളിക്കാരൻ്റെ രീതിയിൽ ഒരു ബേസിക്കലി ഒരു സ്ട്രക്ചർ വേണം. ഇപ്പൊ ആര് ഈ ഡോക്യുമെന്റ് എഴുതുവാണെങ്കിലും ആ സ്ട്രക്ചറിൽ ആ ഫോർമാറ്റിൽ ഫോളോ ചെയ്യാം. പിന്നെ ആ ഫോർമാറ്റ് വേറൊരു ആൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതൊരു പ്രോട്ടോകോൾ ഒബേ ചെയ്യണം. ആ പ്രോട്ടോകോൾ ബേസിക്കലി ഈ ഫോർമാറ്റ് ഒക്കെ ചെക്ക് ചെയ്യും, അത് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഇത് അവരുടെ ഡോക്യുമെന്റ് പല സിസ്റ്റത്തിനകത്ത് പല ഫോൾഡേഴ്സിനകത്തായിരിക്കും വെച്ചേക്കുന്നത്. അപ്പൊ ആ ഫോൾഡറിനെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ത്രീ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു 3 പോയിന്റേഴ്സ് അയാൾ ബേസിക്കലി ഡിവൈസ് ചെയ്തു. എനിക്കറിയത്തില്ല എത്രത്തോളം ആക്യുറേറ്റ് ആണ്, പക്ഷെ നമുക്ക് ഒരു അനാലജി എടുക്കാം. ലൈക്ക് ഇപ്പൊ പോസ്റ്റ് ഓഫീസുമായിട്ട് നമ്മൾ പോസ്റ്റ് കാർഡ്സും ലെറ്റേഴ്സും സെൻഡ് ചെയ്യുന്ന പോലെ, ലൈക്ക് നേരത്തെ ആൾക്കാർ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു, പക്ഷെ സെൻഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് അറിയത്തില്ല. അപ്പൊ അതിനുള്ള പ്രോട്ടോകോൾ ആണല്ലോ നമ്മള് ഇൻലൈൻഡ് പോസ്റ്റ് കാർഡ് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് എഴുതി നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും പിൻകോഡും എല്ലാം വെച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടേണ്ട ആൾക്ക് കിട്ടും. ഇതിപ്പം പറഞ്ഞ ഐഡിയ ബേസിക് മിമിക് ചെയ്യുന്നത് TCP അല്ലേ? TCP എനിക്കൊന്ന് ആ ഹോൾ ആ പ്രോട്ടോകോൾ ലെയർ ആണെന്നു നെറ്റ്വർക്ക് സ്റ്റാക്ക് ഫുൾ ആണെന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ അഡ്രസ്സും IP-യും അപ്പൊ ഓരോ ലെയറിന്റെ മണ്ടയ്ക്കോ ബിൽഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ബേസിക്കലി അത് ഈ നീ പറഞ്ഞ അനാലജി എത്ര സീരിയസ് അല്ല, ആ ഒരു കോൺസെപ്റ്റിലാണ് മിക്കവാറും അതിനെ റെഫർ ചെയ്തത്. അത് പഠിക്കാൻ വേണ്ടിയാണെങ്കിലും അത് റിസർച്ച് ആ ഒരു
കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണെങ്കിലും ബേസിക്കലി ഒരു റിയൽ ലൈഫിൽ അവർ ആ ഒരു സ്റ്റേറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ആ 3 സൊല്യൂഷൻ ഉണ്ടെങ്കിലും വലിയ ഹൗ വാസ് ദിസ് പ്രോബ്ലം സോൾവ് എന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ. വൺസ് ദർ ഇസ് എ പ്രോട്ടോകോൾ, സെക്കൻഡ് ദർ ഇസ് എ ഫോർമാറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡോക്യുമെന്റ്, ആൻഡ് തേർഡ് ബേസിക്കലി ദർ ഇസ് എ URL ഓർ ഈ റിസോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു അഡ്രസ്, ഒരു പ്രത്യേക ഒരു പാത്തോ അല്ലെങ്കിൽ ഒരു ഡൊമെയിനോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡൊമെയിൻ, ബട്ട് ഒരു ലൊക്കേഷൻ ഐഡന്റിഫയർ വേണം. സോ ഈ 3 സാധനങ്ങളാണ് ബേസിക്കലി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പുള്ളി ഡിവൈസ് ചെയ്ത്. അതിനകത്തുനിന്ന് നമ്മൾ ആ മേളത്തെ സാധനം എന്ന് വെച്ചാൽ പ്രോട്ടോകോൾ, HTTP പ്രോട്ടോകോളിനെ കുറിച്ചായിരിക്കും നമ്മൾ ബേസിക്കലി ഈ എപ്പിസോഡിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ HTTP പ്രോട്ടോകോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കുറേ ലേയേഴ്സ് ഉണ്ടല്ലോ. അതിനകത്ത് ആപ്ലിക്കേഷൻ ലെയറിനകത്ത് ഇരിക്കുന്ന പ്രോട്ടോകോളാണ് ഈ HTTP പ്രോട്ടോകോൾ. പിന്നെ താഴെ വരുന്നതാണ്, അതിൻ്റെ തൊട്ട് താഴെ ഉള്ളതാണ് മറ്റേ TCP പ്രോട്ടോകോൾ. പിന്നെയും ഇത് ഫണ്ടമെന്റലി തുടങ്ങുന്നത് നമ്മുടെ ഹാർഡ്വെയറിൽ കൂടെയാണ്. നമ്മുടെ വൈഫൈ ആ ഒരു പോർട്ടിൽ കൂടെ അത് ഗ്രോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ താഴോട്ട് ഡേറ്റ സെൻഡ് ചെയ്ത് ആ ഒരു ലെയർ സ്റ്റാക്കപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പം മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി HTTP ആ ആപ്ലിക്കേഷൻ ലെയറിലുള്ള സംഭവമായിരിക്കും. അപ്പം ഇനി HTTP എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ അല്ലേ? കറക്റ്റ്. നമ്മുടെ ലൈക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ബ്രൗസർ റിക്വസ്റ്റ്, സെർവർ റെസ്പോൺസ്, ഇതായിരിക്കില്ല ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്റെ ബേസിക് ആയിരിക്കും. എനിക്കതിനകത്ത് ഇച്ചിരി ബ്രില്യൻ്റ് ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആസ് എ ക്ലയൻറ്റ് ഒരാൾ മുമ്പ് സെൻഡ് ചെയ്ത ഒരു റിക്വസ്റ്റിനെ അത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ T1 ഉം T2 നമ്മൾ 2 ടൈം എടുത്തു കഴിഞ്ഞാൽ T1 സെൻഡ് ചെയ്ത റിക്വസ്റ്റും T2 സെൻഡ് ചെയ്ത റിക്വസ്റ്റും ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷേ ഞാൻ അത് റെസ്റ്റിന്റെ ഒരു ഫീച്ചർ അല്ലേ? അത് HTTP ഫീച്ചറാണ്. അല്ല, HTTPയുടെ സ്പെസിഫിക്കേഷനകത്ത് ബേസിക്കലി സ്റ്റേറ്റ്ലെസ് ആണ് സാധനം. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപെൻഡന്റ് അല്ല. കറക്റ്റ്. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരി ബ്രില്യൻ്റ്. കാരണം ടെസ്റ്റ് ഓഫ് ടൈം നമ്മൾ എത്രയൊക്കെ ആപ്ലിക്കേഷൻസ് അതിന്റെ മെയിലിൽ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ട് സ്റ്റേറ്റിലാണ് കാര്യം ഇരിക്കുന്നത്. ലൈക്ക് നമുക്ക് സ്റ്റേറ്റിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം സ്റ്റേറ്റ്ഫുൾ ആണ്, പക്ഷെ ഇതൊരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ലൈക്ക് ബിൽഡ് ചെയ്തേക്കുന്നത്. അതാ ഇപ്പൊ ആരും പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് HTTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയന്റ്. ഇപ്പൊ ക്ലയന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്ത് വേണമെങ്കിലും ആകാം. അതൊരു ബ്രൗസർ ആകാം, നിങ്ങൾ ടെർമിനലിൽ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ടെർമിനൽ ഒരു ക്ലയന്റ് ആകാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ ക്ലയന്റ് ആയിട്ട് വിളിക്കാം. സോ ക്ലയന്റ് ഉണ്ട്, എന്നിട്ട് ഒരു സെർവർ ഉണ്ട്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ട് അതിനപ്പോണം റെസ്പോൺസ് കൊടുക്കുന്നു, ബേസിക്കലി ആക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഒരു വിഷ്വലി പറയുകയാണെങ്കിൽ നമുക്കൊരു ക്ലയന്റ് ഇവിടെ ഉണ്ട് ബേസിക്കലി, ആൻഡ് ക്ലയന്റ് ഈസ് നത്തിങ് ബട്ട് ലൈക്ക് ദിസ്. സോ ഇവിടെ ഒരു ക്ലയന്റ് ഉണ്ട്, എന്നിട്ട് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സെറ്റിൽ ബേസിക്കലി ഇവിടെ ഒരു സെർവർ ഉണ്ട്. ആൻഡ് വാട്ട് വി ഗോയിങ് ടു ഡു ഈസ് ഈ ക്ലയന്റ് എന്ത് വേണമെങ്കിലും ആകും, ഒരു ബ്രൗസർ ആകാം, ടെർമിനലാകും, ക്ലയന്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹായ്, അല്ലെങ്കിൽ ഐ വോണ്ട് ദിസ് പർട്ടിക്കുലർ ഡോക്യുമെന്റ് ഓർ ഐ വോണ്ട് ദാറ്റ് ഡോക്യുമെന്റ്, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് അതൊരു റിക്വസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ സെർവറിന് ഓക്കെ മനസ്സിലാവും റിക്വസ്റ്റ് വന്നു, എന്നിട്ട് ആ സെർവറിന് ആ ഒരു റിക്വസ്റ്റ് വന്ന എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിനപ്പോണം നമ്മൾ ആക്ട് ചെയ്യും. ബേസിക്കലി ഇപ്പോൾ ഡോക്യുമെന്റ് ഫെച്ചിങ് ആണെങ്കിൽ സെർവർ യെസ് വാട്ട് ഇറ്റ് ഹാസ് ടു ഡു അത് സെർവർ ചെയ്തിട്ട് തിരിച്ച് സെർവർ അതൊരു റെസ്പോൺസ് ആയിട്ട് തിരിച്ച് നമ്മുടെ ക്ലയന്റിന് തരും. ഇപ്പോൾ ടെർമിനലിൽ കൂടെ ആണെങ്കിൽ ടെർമിനലിൽ അതിന്റെ ഒരു റെസ്പോൺസ് നമുക്ക് വിളിക്കും. Client can basically be any machine. Correct. Any machine, and that's why it's called as a request response kind of model. അപ്പം ക്ലയന്റ് ഒരാൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ അത് പ്രോസസ് ചെയ്ത് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു. ഈ ഒരു മോഡലിലാണ് HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. പിന്നെ KP പറഞ്ഞ പോലെ സ്റ്റേറ്റ്ലെസ് ആണ് കംപ്ലീറ്റ്ലി. എന്ന് വെച്ചാൽ ഒരു റിക്വസ്റ്റ് ഇപ്പം നമുക്ക് ഒരു ക്ലയന്റ് ബേസിക്കലി പല നമ്പർ ഓഫ് റിക്വസ്റ്റ് നമ്മുടെ സെർവറിലോട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ റിക്വസ്റ്റ് എന്നും എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ബേസിക്കലി സ്റ്റേറ്റ്ലെസ് പറയുമ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴല്ല സ്റ്റേറ്റ്ലെസ് ആവുന്നത്, അതോ ലൈക്ക് ബൈ ഡിഫോൾട്ട് HTTP റിക്വസ്റ്റ് സ്റ്റേറ്റ്ലെസ് ആണെന്നാണോ? ബിക്കോസ് ഒരു സെർവർ ഒരു HTTP റിക്വസ്റ്റ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മേ ബി അങ്ങനെയല്ല എനിക്ക് ചിന്തിക്കേണ്ടത്. മേ ബി നമ്മളൊരു റിക്വസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യുമ്പം ആ അത് സെർവ് ചെയ്യുന്ന സെർവർ അതിനെ സ്റ്റേറ്റ്ലെസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ്
ഒരു ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടായിരിക്കുമല്ലോ ഈ HTTP. ഈ പ്രോട്ടോകോളിന്റെ പുറകിൽ ഒരു ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. അതെ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുക, അപ്പം ആ ആപ്പിന് സ്റ്റേറ്റ് ഓഫ് കോഴ്സ് വേണം, അതെ. പക്ഷെ ആ പ്രോട്ടോകോൾ ലെയറിന് സ്റ്റേറ്റ് ആവശ്യമില്ല. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മളപ്പം ഓത്തറൈസേഷൻ ബേസിക്കലി ഒരു സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ് വന്നു, പക്ഷെ അത് ആ ഓത്തറൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ആപ്പ്, അപ്പം അത് നമ്മുടെ HTTP-യിലോട്ട് ബേക്ക് ചെയ്യത്തില്ല. അപ്പം ഐഡിയലി അത് സ്റ്റേറ്റ് ഇല്ല ഫ്രം എ പ്രോട്ടോകോൾ സ്റ്റാൻഡ് പോയിന്റ്. അപ്പം ഇതാണ് HTTP പ്രോട്ടോകോളിന്റെ ഒരു ഫണ്ടമെന്റൽ ഐഡിയ. ബേസിക്കലി HTTP പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നു, സെർവർ റെസ്പോണ്ട് ചെയ്യുന്നു. അതെല്ലാം എത്ര റിക്വസ്റ്റ് അയച്ചാലും എല്ലാ റിക്വസ്റ്റും ഫണ്ടമെന്റലി ഇസ് സ്റ്റേറ്റ്ലെസ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HTTP പ്രോട്ടോകോൾ നമ്മൾ ഓർക്കും ഡേറ്റയും ഈ HTTP പ്രോട്ടോകോളാണ് സെൻഡ് ചെയ്യുന്നത്. ബേസിക്കലി ഡേറ്റ ഫണ്ടമെന്റൽ ഡേറ്റ ഈ HTTP പ്രോട്ടോകോളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അതിനുവേണ്ടിയാണ് അവിടെയാണ് നമ്മുടെ TCP ആക്ട് ചെയ്യുന്നത്. So TCP takes the responsibility of sending that packets or data entirely to the whichever requested server that you want. അപ്പോൾ TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അപ്പം ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇസ് എൻഷുറിങ് വെദർ ഡേറ്റ പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷൻ. ബേസിക്കലി TCP ആണ്. നമുക്ക് 2 ക്ലയൻസ് ഉണ്ട്. ക്ലയന്റും സെർവറും ആണല്ലോ നമുക്കുള്ളത്. അപ്പം ക്ലയന്റും സെർവറും ഒരു ട്രസ്റ്റഡ് കണക്ഷൻ, കറക്റ്റ് ഒരു വേർഡ് പറയാം, ഗ്യാരണ്ടീഡ് കണക്ഷൻ എന്ന് എൻഷുർ ചെയ്യുന്നത് TCP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്ലയന്റിൽ നിന്ന് വരുന്ന പാക്കറ്റ്സ് കറക്റ്റ് ഓർഡറിലാണ് സെർവർ കിട്ടുന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യുന്നത് TCP ആണ്. എന്നിട്ട് TCP-യുടെ മേളിലാണ് നമ്മൾ HTTP ഇംപ്ലിമെന്റ്. ബേസിക്കലി HTTP എന്ന് പറയുന്നത് കുറച്ച് ബൈറ്റ്സ് വരുന്നത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക HTTP. അപ്പം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ പല പ്രോട്ടോകോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, UDP ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ഈ HTTP UDP ഉപയോഗിച്ച് ചെയ്തില്ല? അപ്പം നമ്മൾ അതാണ് അതിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ പോവുകയാണെങ്കിൽ UDP പ്രോട്ടോകോളും TCP-യുടെ മെയിൻ TCP why it wins over UDP for this particular purpose is basically നമുക്ക് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ, നിങ്ങളൊരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും ഡോക്യുമെന്റ് ഓവർ ദി ഇന്റർനെറ്റ് ചങ്ക്സ് ആയിട്ടായിരിക്കും പോകുന്നത്. ആ ചങ്ക്സ് എല്ലാം നമുക്ക് ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു ചങ്ക് ഡ്രോപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫുൾ കറപ്റ്റ്, ബേസിക്കലി കറപ്റ്റഡ് ഫയൽ ആവും. അപ്പോൾ നമുക്ക് ആ ഡോക്യുമെന്റ് കൊണ്ട് നമുക്ക് യൂസ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു പാരഗ്രാഫ് എഴുതി, കുറെ പാരഗ്രാഫ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു പാരഗ്രാഫ് പോയി കഴിഞ്ഞാലും ഇറ്റ്സ് എ പ്രോബ്ലം, ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അപ്പം അത് ബേസിക്കലി UDP-യുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡേറ്റ പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും കമ്പയർ ടു TCP. അതുകൊണ്ട് നമ്മുടെ യെസ് കറക്റ്റ്. അപ്പം ഈ സ്ട്രീമിംഗ്, ഈ വീഡിയോ കോൺഫറൻസ്, ആ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി UDP. അതുകൊണ്ട് ഇപ്പം വീഡിയോ കോളിനകത്ത് ഇപ്പം സ്റ്റക്ക് ആയിട്ട് എത്ര ഡ്രോപ്പ് ചെയ്താലും നെക്സ്റ്റ് സാധനം വരുന്നത്. പക്ഷെ TCP ഇറ്റ് വിൽ എൻഷുർ ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ദിസ് ഓർഡറിംഗ് സി. അങ്ങനെ ആ പ്രോട്ടോകോൾ ഇച്ചിരി നമ്മൾ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാവും അതിനെല്ലാം ഓരോ പാക്കറ്റിനും നമ്മൾ ലേബിൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് മറ്റേ സൈഡ് TCP വിൽ എൻഷുർ ദാറ്റ് ദീസ് പാക്കറ്റ്സ് ആർ ഓൾ റിസീവ്ഡ്. ഇനി റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും TCP-ക്ക് അതിന്റെ റീട്രൈ മെക്കാനിസം ഉണ്ട്. അപ്പൊ റീട്രൈ മെക്കാനിസം വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് അതിനെ ഗ്യാരണ്ടി ചെയ്യാം ആ മെസ്സേജ് പ്രോപ്പർലി റിസീവ് ചെയ്താണ്. അപ്പം അതുകൊണ്ടാണ് ഐഡിയലി TCP ചെയ്ത് മനസ്സിലായി. അപ്പം ഇനി നമുക്ക് HTTP തിരിച്ച് നമുക്ക് അപ്പം ഇതാണ് ഫണ്ടമെന്റലി. അപ്പൊ HTTP is like a protocol to transfer these kind of data, but underlying ആ ഡേറ്റ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ TCP സഹായത്തോടാണ്. ഇനി HTTP പ്രോട്ടോകോളിന്റെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ HTTP പ്രോട്ടോകോളിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ മെത്തേഡ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ബേസിക്കലി എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ്, ഈ റിക്വസ്റ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം എന്ത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ് ഈ ഒരു നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ്, വേ ആണ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ഇസ് ലൈക്ക് ബേസിക്കലി ദ പാത്ത്. ഈ ആക്ച്വലി ഈ റിസോഴ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്ന റിസോഴ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വരുന്നതാണ് വേർഷൻ.
ബേസിക്കലി ഓരോ നമ്മുടെ ഇനീഷ്യലി എനിക്കൊന്ന് 0.9 എങ്ങാണ്ട് തുടങ്ങി. അപ്പം ഇനീഷ്യൽ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ബേസിക്കലി ഡേറ്റ ഫെച്ചിങ് എന്ന് വെച്ചാൽ ഗെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് മാത്രമുള്ളായിരുന്നു നമ്മുടെ പ്രോബ്ലം. ഇന്റർനെറ്റ് വെരി ബേസിക് ആണ്, സ്റ്റാറ്റിക് സൈറ്റ്സ് മാത്രമുള്ളായിരുന്നു തോന്നുന്നു. യെസ്, അതുകൊണ്ട് അത് ഇച്ചിലൂടെ സിമ്പിൾ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പല സ്പെസിഫിക്കേഷൻ ആഡപ്പ് ചെയ്തു. അപ്പം അതുകൊണ്ട് ആ വേർഷൻസിന് എല്ലാം ഡിഫറൻസ്. അപ്പോൾ ഓരോ വേർഷനും സ്പെസിഫിക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് റീസെന്റ് എനിക്ക് തോന്നുന്നു HTTP 3.0 വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രൗസർ ഫുള്ളി അല്ല, കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ എന്നുവെച്ചാൽ ഇന്റേണൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു HTTP 3 ഐ തിങ്ക് HTTP 4 വരെ ആയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു HTTP 3 എന്തോ ക്യുക്ക് എന്നാ എനിക്ക് ഒരു പ്രോട്ടോകോളിന്റെ വേറൊരു പ്രോട്ടോകോൾ ലേറ്റസ്റ്റ് HTTP നമുക്ക് നോക്കല്ലോ പെട്ടെന്ന്. HTTP 3 ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് HTTP 2 in 2015. യെസ്, അപ്പം കറക്റ്റ്. ലെവറേജിങ് ക്വിക്ക്. അപ്പൊ HTTP 3-ക്കകത്താണ് മറ്റേ ക്വിക്ക് എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ വന്നത്. അപ്പം സോ ലേറ്റസ്റ്റ്. അപ്പൊ അത്രയും മാത്രം സ്പെക്ക് മാറിയിട്ടുണ്ട്. HTTP ക്യുക്ക് എനിക്ക് തോന്നുന്നു UDP. അപ്പം കണ്ടോ, ഫണ്ടമെന്റലി ആ പ്രോട്ടോകോളെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രോട്ടോകോൾ സ്ട്രീമിങ്ങിനൊക്കെ മേ ബി അല്ല HTTP 2 വരെ HTTP 2 TCP തന്നെ. UDP എവിടെ വരുന്നത്? HTTP 3. അതാണ് ഞാൻ പറഞ്ഞത് ലേറ്റസ്റ്റ്. നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് സ്പെക്ക് HTTP 3 അതാണ് മറ്റേ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് UDP. എനിക്ക് തോന്നുന്നു അപ്പൊ ഇത് TCP മൊത്തത്തോടെ മാറ്റിയിട്ട് ക്വിക്ക് എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ വെച്ച്, അല്ല TCP അല്ല, സോറി, TCP മാറ്റി UDP ആക്കി. അപ്പം TCP ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഓർഡറിങ്, ഗ്യാരണ്ടീസ്, അതൊക്കെ എനിക്ക് തോന്നുന്നു ക്വിക്കിനകത്ത് ക്വിക്ക് എന്ന് പറഞ്ഞ സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് കാണുമായിരിക്കും. ഇത് നമ്മൾ ബേസിക്കലി റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പം സോ അതാണ്, അതുകൊണ്ടാണ് ആ വേർഷൻ നമ്മൾ പറയുന്നത്. ബേസിക്കലി ഏത് വേർഷൻ ഓഫ് HTTP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഇപ്പം ഈ HTTP 3 ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രൗസറും അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ സെർവർ ആ പ്രോട്ടോകോൾ ഒബേ ചെയ്യണം. പിന്നുള്ളത് ബേസിക്കലി അത്രയും അതൊരു മെത്തേഡ്, ദ പാത്ത് ആൻഡ് ദ വേർഷൻ. മെത്തേഡ് ബേസിക്കലി ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ വർക്ക്ഡ് ഇൻ വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ് ആപ്പ് ക്രിയേറ്റ് ചെയ്തവർക്ക് അറിയാം. ഗെറ്റ് ഉണ്ട്, മെത്തേഡ്സ് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, അപ്പൊ ഇതിനെല്ലാം ഹെഡ്. അപ്പൊ ഇതിനെല്ലാം വേരിയസ് പേർപ്പസസ് ഉണ്ട്. ഇപ്പൊ ഗെറ്റ് എന്തോന്ന് വെച്ചാൽ ബേസിക്കലി ഫെച്ചിങ് ഓഫ് ഡോക്യുമെന്റ്സ്, ക്രിയേറ്റിംഗ് എ റിസോഴ്സ്. പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണം വളച്ചൊടക്കാം. ഫോർ എക്സാമ്പിൾ പുട്ട് ആക്ച്വലി എനിക്കൊന്ന് മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് സ്പെസിഫിക്കേഷൻ. ചില ആ റിസോഴ്സിനെ കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്യും. പാച്ച് ആണ് ബേസിക്കലി ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഡിലീറ്റ് റിസോഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെന്തായിരുന്നു ഓപ്ഷൻസ് ഇസ് ബേസിക്കലി നമ്മൾ ചെക്ക് പിന്നെ സോ അതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ്. പിന്നെ പാത്ത് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ സ്ലാഷ് നമുക്കിപ്പം ഓരോ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ആയിരിക്കും ആ പാത്ത് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ HTTP വേർഷൻ, പിന്നെ ഫോളോഡ് ബൈ ദ ഹെഡേഴ്സിനകത്താണ് നമ്മൾ ഏത് ഇപ്പോൾ URL ഏജന്റ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ യൂസർ ഏജന്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഏത് ബ്രൗസർ, ഏത് വേർഷൻ, ഏത് സിസ്റ്റം, മാക് ആണെങ്കിൽ എന്താണ് ക്ലയന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അത് തന്നെ. അപ്പൊ അങ്ങനെ നമുക്ക് ഹെഡേഴ്സ് ആണ് ബേസിക്കലി HTTP മോർ എക്സ്റ്റെൻസിബിൾ ആക്കുന്നത്. എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ ഹെഡേഴ്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓതറൈസേഷൻ ആണെങ്കിൽ അതെല്ലാം നമുക്ക് ഹെഡേഴ്സിനകത്ത് സ്പെസിഫൈ ചെയ്യാം. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ബോഡി. അപ്പം ഇതാണ് ഒരു HTTP ബേസിക്കലി റിക്വസ്റ്റ്. അപ്പൊ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ റിക്വസ്റ്റും റെസ്പോൺസും ഉണ്ട്. അപ്പൊ അതിനകത്ത് റിക്വസ്റ്റ് സ്പെസിഫിക്കേഷൻ ആണ് നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. ബേസിക്കലി മെത്തേഡ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കാണിക്കുവാണെങ്കിൽ സോ നമുക്കിവിടെ ഒരു മെത്തേഡ് ഉണ്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്ത് ഉണ്ട് ആൻഡ് ഫോളോഡ് ബൈ ദി HTTP വേർഷൻ. പിന്നെ നെക്സ്റ്റ് ലൈനിലായിരിക്കും നമ്മുടെ ഹെഡേഴ്സ്. ഡീലിമിറ്ററിന്റെ ഫോർമാറ്റ് ഓർമ്മയുണ്ടോ?
CRLF. CR LF. Yes. Carriage return LR എന്തായിരുന്നു? LF. LF ലൈൻ ഫീഡ്. ലൈൻ ഫീൽഡ്. ഹെഡേഴ്സ്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് ബോഡി. അപ്പം ഇതാണ്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗെറ്റ്, then you can say a path is like doc and HTTP 1.1. പിന്നെ നമ്മുടെ എന്ത് കണ്ടന്റ് ടൈപ്പ് ഇത് നമുക്ക് ലൈക്ക് ഓരോ ഇതിനും സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു, ഓരോ സെക്ഷനിൽ. ഉണ്ട്. പിന്നെ നമുക്ക് ബോഡി ആയിട്ട് എന്ത് വേണം, ബേസിക്കലി ഗെറ്റിന് നമ്മൾ ഗെറ്റിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ബോഡി ബോഡി പാടില്ല എന്നാണ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. പക്ഷെ ബോഡി കൊടുത്താലും എനിക്ക് തോന്നുന്നു കുറെയൊക്കെ HTTP ലൈബ്രറീസ് അത് അക്സെപ്റ്റ് അല്ല, ഇഗ്നോർ ചെയ്യും. അൺഡിഫൈൻഡ് ബിഹേവിയർ സ്പെസിഫിക്കേഷൻ വെച്ച്. അതുകൊണ്ട് സെർവർ എന്തോ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ഇഗ്നോർ ചെയ്യും, ചില കേസിൽ എറർ റേസ് ചെയ്യും, ചില കേസിൽ അത് അക്സെപ്റ്റും ചെയ്യും. അപ്പൊ അത് നമ്മൾ അപ്പൊ ഓരോ HTTP മോഡ്യൂൾ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറി അനുസരിച്ച് അത് ഡിഫർ ചെയ്യും ബേസിക്കലി. പക്ഷെ അക്കോർഡിംഗ് ടു സ്പെക് യു നോട്ട് സപ്പോസ് ടു they don't prefer sending a body സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. പക്ഷെ സെൻഡ് ചെയ്താലും അല്ല, സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അൺഡിഫൈൻഡാ. പക്ഷെ ചില എന്ത് പറഞ്ഞ റെസ്റ്റ് ഒക്കെ അത് സ്ട്രിക്ട്ലി സ്വാഗർ ഒക്കെ അത് സ്ട്രിക്ട്ലി ചെയ്യില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഈ റിക്വസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ, നമ്മുടെ ഈ HTTP സെർവർ ബേസിക്കലി ഇതിനെ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ബേസിക്കലി ഇത് പാസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ പ്രോപ്പർലി നമ്മുടെ സെർവർ ഏത് പാത്തിലോട്ടാണ് ഇത് റീഡയറക്ട് ചെയ്യുന്നത് ആ പാത്തിലോട്ട് പോയിട്ട് അതിന്റെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റെസ്പോൺസ് സെൻഡ് ചെയ്യും. ആ റെസ്പോൺസിനും ബേസിക്കലി ഒരു ഫോമാറ്റ് ഉണ്ട്. സോ ആ റെസ്പോൺസിന്റെ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എന്താ HTTP വേർഷൻ ലൈക്ക്. സോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ റെസ്പോൺസിന്റെ സ്ട്രക്ചർ. HTTP വേർഷൻ ഏത് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റസ് കോഡ്, അത് നമ്മൾ മിക്കവാറും എല്ലാവരും സ്റ്റേറ്റസ് കോഡ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി സെർവർ നമ്മളോട് പറയും ഇത് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഓരോ ഇൻഡിക്കേറ്റർ ഓരോ കൈൻഡ് ഓഫ് റെസ്പോൺസിന് ബേസിക്കലി ഡിഫറെന്റ് സ്റ്റേറ്റസ് കോഡ് നമ്മൾ അപ്ലൈ ചെയ്യും. അത് 200 is successful. പിന്നെ 401 is അല്ല, 401 is unauthorized. Resource not found. 201 is the resource created. അപ്പം അങ്ങനെ ഒരു അതിനും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. കുറെ സ്റ്റേറ്റസ് കോഡ് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റസ് കോഡ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഹെഡർ നെയിം. പിന്നെ റെസ്പോൺസിനും കുറെ ഹെഡേഴ്സ് നമുക്ക് തിരിച്ച് അയക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ബേസിക്കലി ദ സ്ട്രക്ചർ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബോഡി ഓൾസോ. കറക്റ്റ്. അപ്പൊ ബോഡിക്കകത്ത് എനിക്ക് തോന്നുന്നു ഇതാണ് ഒരു ബേസിക് HTTP ഡിഫൈൻ ചെയ്യുന്ന ഒരു മോഡൽ. ഇതിനകത്ത് വലിയ നമ്മളിത് പഠിച്ചു നോക്കിയപ്പം നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് HTTP ആണ് ബേസ് ലെവൽ ഭയങ്കര സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ കുറെ പേര് ബിൽഡിംഗ് ആൻഡ് HTTP സെർവർ എന്ന് പറയുമ്പോൾ കോഴ്സസും കുറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ബേസിക്കലി ഇതൊരു ഡിഫിക്കൽട്ട് ടോപ്പിക് ആണ്. പക്ഷെ വെൻ യു ഡൈവ് ഡീപ്പ് നമുക്ക് മനസ്സിലായി ലൈക്ക് അണ്ടർലൈങ് നമ്മളിപ്പോ TCP ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തോണ്ട് TCP ഹാർഡാണ്. ബേസിക്കലി നമ്മൾ വിചാരിക്കുന്ന ലൈക്ക് നമുക്കൊരു RFC ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ആണ് ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വെരി ഹാർഡ്. പക്ഷേ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ പ്രോസസ് മേ ബി അത് ഒരു എന്താ പറയുന്ന ഒരു ബെയർ ബോൺസ് HTTP സെർവർ ഉണ്ടാക്കാനായിട്ട് സിമ്പിൾ ആണ്. പക്ഷെ ഒരു പ്രൊഡക്ഷൻ റെഡി ലൈക്ക് വെരി ഹൈ ട്രാഫിക് അങ്ങനെ ഒരു സാധനത്തിലോട്ട് പോകുമ്പോൾ മേ ബി കോംപ്ലക്സ്. അപ്പം ആ ഒരു പ്രോസസ്സിന് ഇപ്പൊ നമ്മൾ മൂന്നുപേരും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓക്കെ അണ്ടർലൈങ് TCP പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. TCP പ്രോട്ടോകോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഏത് മോഡ്യൂളാണ് TCP പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായി ഏകദേശം ലൈക്ക് once your TCP is sorted basically your server will start listening. Server starts if
ആ സെർവർ ലിസൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിന്റെ സ്പെക്ക് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഗെറ്റിനൊരു ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മെത്തേഡ് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്ത ഗെറ്റ് ആണ്. ഗെറ്റിന് ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ വേണം ബേസിക്കലി ആ ഗെറ്റ്. ഇപ്പൊ ഗെറ്റിന്റെ മെത്തേഡ് സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് നെയിം കേസ് സെൻസിറ്റീവ് ആണ്. അപ്പം എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം. പിന്നെ നമുക്കൊരു പിന്നെന്തുവാ പാത്ത് വേണം. പിന്നെ ബോഡി ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ആ സ്പെക്ക് അനുസരിച്ച് ബോഡി അവർ പ്രിഫർ ചെയ്യുന്നില്ല സെൻഡ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മളത് വാല്യൂ മാനേജ് ചെയ്യാം. നമുക്ക് ലിങ്ക് ഇടാം ഈ RFCയുടെ RFCയുടെ ലിങ്ക് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെന്താ പിന്നെ ബേസിക്കലി അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. ഇപ്പൊ നമ്മൾ ഇവൻ പറഞ്ഞ പോലെ കോംപ്ലക്സിറ്റി ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ലൈക്ക് SSL നെസസിറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും നെക്സ്റ്റ് എപ്പിസോഡിലും നമ്മൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കാണിക്കുമ്പോഴും അത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാവും, ഓ ഇനി എനിക്ക് ഇതിനെ സെക്യൂർ ആക്കണം. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഗുഡ് ബേസ് ആണ്. കറക്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 എപ്പിസോഡായിട്ട് നമ്മൾ ഗെറ്റ് മാത്രമേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാ മെത്തേഡും കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ബട്ട് എന്തായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പ്രോപ്പർ നമ്മൾ ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. So we can know how we can implement it and how easy it would be if you think in certain way. Okay? അപ്പം അത് വെച്ച് നമുക്ക് wrap up ചെയ്യാം അല്ലേ? Okay, see you in next episode. Thank you. Bye. Bye-bye.